ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ചൂണ്ടയിടാനായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീടിനോടടുത്തുള്ള കായലിൽ തന്നെയാണ് നമ്മൾ ചൂണ്ടയിടുന്നത്. അപ്പോൾ നമുക്ക് ചൂണ്ടയ്ക്കകത്ത് ഇര കോർക്കാം. മഞ്ഞപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ട് കൊത്തുണ്ട്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം. അവിടെ കരിമീനെ വെട്ടി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായി നമുക്കൊരു ബൗളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് എടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് എടുത്തതിന് ശേഷം നമ്മുടെ കരിമീൻ അതിനകത്തിട്ട് കരിമീൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ച മീൻ ഇടുക. രണ്ട് സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു നിന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അത് മൂത്ത് വരുമ്പോൾ അതിനകത്ത് പച്ചമുളക് ഇടാം. പച്ചമുളക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവാള ഇടുക. ആവശ്യത്തിന് സവാള ഇടുക. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം അനുസരിച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കരുത്. കാരണം നമ്മൾ നേരത്തെ മീൻ വറുത്ത എണ്ണയ്ക്കകത്താണല്ലോ ഇത് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടും. എന്നിട്ട് ഉപ്പ് എല്ലായിടത്തും പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള വാടി വരുമ്പോൾ നമ്മുടെ തക്കാളി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. സവാള വാടിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി. പെരുംജീരകപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്, നല്ല ഫ്ലേവറാണ്. പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഇപ്പോൾ ഒരു സവാള, രണ്ട് സവാള എടുക്കുന്നവർ കാണും. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുക്കി പിടിക്കാൻ നന്നായിട്ട് ഇളക്കുക. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്നവരെ നല്ല രീതിയിൽ ഇളക്കുക. അപ്പോൾ മുളക് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി അധികം തിളക്കിയോ ഒന്നും വേണ്ട. നന്നായിട്ട് തേങ്ങാപ്പാലും ആ മസാല നന്നായിട്ട് യോജിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വാഴയിലേക്ക് നമ്മുടെ മസാല കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. മസാല നല്ല രീതി ആ ഒരു മീനിൻ്റെ അത്രയും വലുപ്പത്തിന് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കരിമീൻ വറുത്തത് വെക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് അതിന് കിട്ടത്തില്ല. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാഴയിലയുടെ 4 സൈഡും
മടക്കി പൊതിഞ്ഞെടുക്കാം. നാല് സൈഡും പൊതിഞ്ഞെടുത്തതിന് ശേഷം വാഴയുടെ നാര് ഉപയോഗിച്ച് നമുക്കത് കെട്ടിയെടുക്കാം. വാഴയുടെ നാര് തന്നെ ഉപയോഗിച്ചാൽ മതിയാകും, അതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കെട്ടിയ വാഴയില പൊതി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് മുറിച്ചെടുക്കണം. വാഴയില തിരിച്ച് മറിച്ചു വിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുറിച്ചെടുക്കണം. ഒരു സൈഡ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ആ വാഴയിലയുടെ ആ ഒരു മണവും ആ ഒരു മസാലയുടെ മണവും നമുക്ക് നന്നായിട്ട് ഇപ്പോൾ അടിക്കുന്നുണ്ട്. വായി വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഈ പൊതി ഒന്ന് അഴിച്ചു നോക്കാം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എന്തായെന്ന്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. പൊതി ഒഴിക്കുമ്പോൾ വായി വെള്ളം വരും. നല്ല മണം വരുന്നുണ്ട്, കണ്ടോ? അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.